UDFിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ LDFിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നു. ഉണ്ണി ആന്റണി, ഇപ്പോൾ വലിയ മുന്നേറ്റം UDFിന് ഉണ്ടാകുമ്പോൾ NDAയുടെ മുന്നേറ്റവും നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റം തുടരുമ്പോൾ അവിടെ കുന്നുകുഴി എന്നൊരു വാർഡുണ്ട്. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥി IP ബിനു കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർച്ചയായി കുന്നുകുഴി വാർഡിൽ തുടർച്ചയായി വിജയിച്ചിരുന്നത് IP ബിനുവാണ്. IP ബിനു അവിടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു വാർത്ത, അത് അവിടെ IP ബിനു തോറ്റു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാളയം ഉണ്ണി പറഞ്ഞതുപോലെ AKG സെന്റർ ഇരിക്കുന്ന വാർഡാണ്. അവിടെ UDF ജയിച്ചിരിക്കുന്നു. കുന്നുകുഴിയിൽ CPMലെ IP ബിനു തോറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ UDF ലീഡ് ഉയർത്തുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റം അവരുണ്ടാക്കുന്നുണ്ട്. UDF ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 12 ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ UDF ജയിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 45 NDA മുന്നേറുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്റ്റേഡിയം വാർഡിൽ മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിൽ LDF ലീഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ അവിടെ അടൂർ നഗരസഭയിലെ 13ാം വാർഡിൽ SFIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അനന്തു മധു മത്സരിച്ചിരുന്നു. അനന്തു മധു ഇപ്പോൾ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്. അനന്തു മധു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് SFIയുടെ, അവിടെ തോറ്റിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ ആഴ്ചവട്ടം വാർഡ് 40 വർഷമായത് LDFിന്റെ വാർഡാണ്. അതിപ്പോൾ UDF തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തേക്ക് വരുമ്പോൾ 47 മുനിസിപ്പാലിറ്റികളിലാണ് 47 മുനിസിപ്പാലിറ്റികളിൽ UDF ലീഡ് ചെയ്യുന്നു. അതിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ UDF ഭരണം പിടിച്ചിട്ടുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ UDF ഭരണം പിടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ 2020യുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ഇടുക്കിയിലെ മണക്കാട് എന്ന പഞ്ചായത്തിൽ അവിടെ ഈ 2020യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇടുക്കിയിലെ മണക്കാട് പഞ്ചായത്താണ്. അവിടെ 2020യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നിലമ്പൂരിൽ 12 നിലമ്പൂർ നമ്മുടെ PV അൻവറിന്റെ സ്വന്തം തട്ടകം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ UDF വലിയ വിജയം നേടിയിരുന്നു. ഇപ്പോഴിതാ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് UDF പറഞ്ഞുകൊണ്ടിതാ കണ്ണൂരിൽ 14 കണ്ണൂർ കോർപ്പറേഷൻ 14 UDF ലീഡ് ചെയ്യുന്നു. എറണാകുളത്ത് ഇത്തവണ അങ്ങനെ ആളില്ലാത്തത് കൊണ്ട് അധികാരം പോവില്ല എന്ന് UDF പറയുന്നു. 45 UDF എറണാകുളം കൊച്ചിയിൽ മുന്നേറ്റം തുടരുന്നു. UDFിന്റെ വലിയൊരു മുന്നേറ്റം. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ LDFിന്റെ ഒരു ലീഡ് നില തന്നെയാണ് കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് എടുത്തോളൂ, അവിടെ UDF ആണ്. കോർപ്പറേഷൻ എടുത്തോളൂ, അവിടെ UDF ആണ്. മുനിസിപ്പാലിറ്റി എടുത്തോളൂ, അവിടെയും UDF ആണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ LDFിന്റെ മുന്നേറ്റമാണ് കാണുന്നത്. പലയിടങ്ങളിലും പല കോട്ടകളും തകരുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഇനി NDA പിടിക്കുമോ? നേരത്തെ ഈ കേബിൾ ലീഡറിനടക്കം പറഞ്ഞിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ ഡെപ്യൂട്ടേഷൻ കഴിയും, കാരണം ഇവിടെ തോൽക്കുമെന്നുള്ളത്. പക്ഷേ ഈ ഫലം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. 101 വാർഡുകളാണുള്ളത്. അവിടെ ഇപ്പോൾ ഇതാ NDA ലീഡ് ചെയ്യുന്ന കാഴ്ച. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അധികാരം നിലനിർത്തുമോ LDF എന്നുള്ളത് അറിയണം. അവിടെ LDFിന്റെ ലീഡ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ NDAയും LDFും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. പാളയം വാർഡിൽ BJPയുടെ പത്മിനി തോമസ് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. പഴയ കായിക താരമാണ്, സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നീട് BJPയിൽ ചേർന്നു. ഇപ്പോൾ അവരവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 30 വർഷം അതൊരു ചെറിയ കാലയളവല്ല. 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ
നഗരസഭ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, അവിടെ 14ഇടത്ത് UDF ലീഡ് ചെയ്യുന്നുണ്ട്. വേറൊരു വാർത്ത വരുന്നത്, അതായത് എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇപ്പോൾ LDFന് ലീഡില്ല. UDFന്റെ എല്ലാ കാലത്തെയും ഒരു കോട്ട തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. ഇവിടെയുള്ള മുനിസിപ്പാലിറ്റികളിലൊന്നും ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. മാറി മറിഞ്ഞിരുന്നു. പക്ഷേ അവിടെ വലിയൊരു തിരിച്ചുവരവ് അവിടെ UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. കൊച്ചി കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. കോർപ്പറേഷനുകളിൽ വലിയ മുന്നേറ്റം UDFന്റെ, വലിയ മുന്നേറ്റം. 4ഇടത്ത് UDF മുന്നേറുന്നു. ഒരിടത്ത് കോഴിക്കോട് മാത്രം LDF മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് NDA, തിരുവനന്തപുരത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും UDFന്റെ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ വിട്ടുകൊടുക്കാതെ LDF ഗ്രാമപഞ്ചായത്തുകളിൽ 362 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നു. 335 പഞ്ചായത്തുകളിൽ മുന്നേറ്റവുമായി UDF. 29ഇടത്ത് മാത്രമായി NDAയുടെ മുന്നേറ്റം. അത് ചെറിയ മുന്നേറ്റമല്ല, പക്ഷേ അവരെ നിലമെച്ചപ്പെടുന്ന സാഹചര്യമാണുള്ളത്. 5ഇടങ്ങളിൽ മറ്റുള്ളവരും മുന്നേറുന്നു. ആ നിലയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കോഴിക്കോട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദ് 174 വോട്ടിന് പിന്നിൽ എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ നിലയ്ക്ക് വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടാതെ കാസർഗോഡ് നഗരസഭ UDF നിലനിർത്തിയിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി A പ്രസാദ് വിജയിച്ചിരിക്കുന്നു. ആ നിലയ്ക്കാണ് വിവരങ്ങൾ വരുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ 20ഇടത്ത് UDF, 3ഇടങ്ങളിൽ മാത്രമായി LDF ഒതുങ്ങുന്നു എന്നതാണ് കാണേണ്ടത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 18ഇടത്ത് LDF, 8ഇടത്ത് UDF, 1ഇടത്ത് NDA. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ 13ഇടത്ത് LDF, 7ഇടത്ത് UDF. ആ നിലയ്ക്കാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 11ഇടത്ത് LDF, 13ഇടത്ത് UDF. പാലക്കാട് 15ഇടത്ത് LDF, 12ഇടത്ത് UDF. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടലുള്ള വാർത്ത വരുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ അവിടെ UDFന് മുന്നേറ്റം എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടി. ജോസ് കെ മാണിയുടെ ആ വാർഡിൽ, പാലായിലെ വാർഡിൽ വലിയ തിരിച്ചടി. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ അവിടെ LDFന്റെ ആധിപത്യം തുടരുന്ന 71 സീറ്റുകളിൽ LDF തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 47ഇടത്ത് UDFും 30ഇടത്ത് LDFും മുന്നേറുന്നു. എന്തായാലും കോട്ടയം, കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തമായ കോട്ട, കോട്ടയം പാലായിൽ അവിടെ ജോസ് കെ മാണിയുടെ, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് ജോസ് കെ മാണിയുടെ വാർഡിൽ അവിടെ UDFന് വിജയം എന്നതാണ്, UDFന്റെ മുന്നേറ്റം, വലിയ മുന്നേറ്റം എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ നിലയ്ക്കാണ് കോട്ടയത്തെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കോട്ടയത്ത് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞു എന്നതാണ് കാണേണ്ടത്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF 19ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു. LDF 10ഇടത്ത് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. ആ നിലയ്ക്കാണ് അവിടുത്തെ ഫലങ്ങൾ വരുമ്പോൾ കാണേണ്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് 15ഇടത്താണ് LDFന്റെ മുന്നേറ്റം, 12ഇടത്ത് UDFും മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷൻ 4ഇടങ്ങളിൽ UDF, 1ഇടത്ത് LDF. ആ നിലയ്ക്കാണ് വരുന്നത്. എന്തായാലും വലിയ അപ്രതീക്ഷിത മുന്നേറ്റം, കൂടാതെ അട്ടിമറി വിജയം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. ആ നിലയ്ക്കാണ് വിവരങ്ങളുള്ളത്. എന്തായാലും കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 1ഇടത്ത് LDF, 4ഇടത്ത് UDF. മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ 30ഇടത്ത് LDF, 48ഇടത്ത് UDF. ജില്ലാ പഞ്ചായത്ത് 6ഇടത്ത് LDF, 8ഇടത്ത് UDF. ബ്ലോക്ക് പഞ്ചായത്ത് 67ഇടത്ത് LDF, 70ഇടത്ത് UDF. ആ നിലയ്ക്ക് മാറി മറിയുന്നു. മലപ്പുറത്താകെ UDF തരംഗം. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. വലിയ മുന്നേറ്റം ഉണ്ടാവുന്നു അവിടെ നിലമ്പൂരിൽ UDFന് എന്നതാണ് കാണേണ്ടത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ മാറ്റമില്ലാതെ UDFന്റെ മുന്നേറ്റം 20 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും 2020 വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. കോട്ടയത്തെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി 2020 അവർ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ആ നിലയ്ക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഇറങ്ങുന്നു. പക്ഷേ അവർക്ക് അവിടെ അവരുടെ സ്വന്തം തട്ടകത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. അവിടെ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. കോൺഗ്രസിന് വലിയ ആധിപത്യം, കിഴക്കമ്പലത്ത് കോൺഗ്രസിന്റെ ആധിപത്യം, UDFന്റെ ആധിപത്യം. എന്തായാലും അവിടെ UDFന് വലിയ തിരിച്ചടി, സംസ്ഥാനമാകെ UDFന്റെ വലിയ തിരിച്ചടി, വലിയ തിരിച്ചുവരവ്. NDAക്ക് വലിയ തിരിച്ചടി, LDFനെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടായിരിക്കുന്നു എന്നതാണ് കാണേണ്ട കാര്യം.
അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇതാ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച വിജയം UDF അത് തുടരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കാണുന്നത്. ഇതൊരു സൂചനയാണോ? ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. ഇതാ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നടക്കുമ്പോൾ സെമി ഫൈനൽ പോലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാ UDFന്റെ മുന്നേറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴികെ UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമപഞ്ചായത്തുകളിൽ അവരുടെ സിറ്റിംഗ് കോർപ്പറേഷനുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ NDA മുന്നേറുന്നു. അതേസമയം കൊല്ലം കോർപ്പറേഷൻ കൈവിടുന്നു. കൊച്ചി കോർപ്പറേഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചു വരുന്ന കാഴ്ച. കഴിഞ്ഞ തവണ ഒപ്പത്തിനൊപ്പം എത്തി അധികാരം നഷ്ടപ്പെട്ടു പോയ സ്വതന്ത്രരെ കൂട്ടി LDF അധികാരം പിടിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ വ്യക്തമായ മേൽക്കൈയോടെ ഇതാ കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ LDF തന്നെ അവിടെ മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മലപ്പുറം ജില്ല ഇതാ UDF തൂത്തുവാരുകയാണ്. മലപ്പുറം ജില്ല UDF തൂത്തുവാരിയിരിക്കുന്നു. മലപ്പുറം ജില്ല ഏതാ ലതിക സുഭാഷ് കോട്ടയം മുനിസിപ്പാലിറ്റി തിരുനക്കര ഡിവിഷനിൽ മത്സരിച്ച ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ, പിന്നീട് അവിടെ നിന്ന് NCPയിലേക്ക് വന്ന NCPയിലെ നേതാവായ ലതിക സുഭാഷ് കോട്ടയം നഗരസഭയിലെ കോട്ടയം നഗരസഭയിലെ തിരുനക്കര ഡിവിഷനിൽ നിന്ന് ഇപ്പോൾ തോറ്റു എന്ന വാർത്ത കൂടി വരുന്നു. ലതിക സുഭാഷ് കോട്ടയം തിരുനക്കര ഡിവിഷനിലാണ് മത്സരിച്ചത്. അവിടെ ഇപ്പോൾ ലതിക സുഭാഷ് തോറ്റു എന്നുള്ളതാണ്. ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡിൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡിൽ, സ്വന്തം വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ആശാ മുരളി, BJPയുടെ സ്ഥാനാർത്ഥി ആശാ മുരളി പ്രതിപക്ഷ നേതാവ് സതീശന്റെ വാർഡിൽ, സ്വന്തം വാർഡിൽ വടക്കൻ പടവൂരിൽ ഇതാ BJPയുടെ ആശാ മുരളി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത്. അതേ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം വാർഡിൽ ഇതാ BJP വിജയിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അതുപോലെ തന്നെ AKG സെന്റർ ഇരിക്കുന്ന വാർഡ് അത് LDFന് കൈവിട്ടിരിക്കുന്നു. അവിടെ UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഇതാ കേരളത്തിൽ ഇതാ UDFന്റെ തരംഗമാണോ? 10:22 ആകുന്ന സമയം. 10:22 ആകുമ്പോൾ എന്താണ് UDFന്റെ വലിയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 51 മുനിസിപ്പാലിറ്റികളിൽ അവിടെ ഇതാ UDFന്റെ മുന്നേറ്റം എന്ന് പറയാം. രണ്ടര മണിക്കൂർ പിന്നിടുമ്പോൾ എന്തായാലും വലിയ മുന്നേറ്റം അവിടെ UDFന് കാഴ്ചവെക്കാനാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അവിടെയെല്ലാം വലിയൊരു മുന്നേറ്റം UDFന്റേതായി വരുന്നു. കാലം മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു. ആ നിലയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം വലിയ മുന്നേറ്റം. സാധാരണ തദ്ദേശ ഫലങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ മേൽക്കൈ LDFന് നേടാൻ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അത് മാറുന്നു. ഇവിടെ UDF വരുന്നു, കോർപ്പറേഷനുകൾ UDF പിടിച്ചെടുക്കുന്നു, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുന്നു. ആ നിലയ്ക്ക് മുനിസിപ്പാലിറ്റികളിൽ വ്യക്തമായ മേൽക്കൈ UDFന് നേടാനായി കഴിയുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ LDF തന്നെ 362 പഞ്ചായത്തുകളിൽ LDFന് മുന്നേറ്റം. അതിൽ മാറ്റമില്ലാതെ LDF തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2020 അവിടെ 2 ഇടങ്ങളിൽ 2020 അവിടെ അവർക്ക് 2 ഇടങ്ങളിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആ നിലയ്ക്ക് വലിയ മുന്നേറ്റം